വരില്ല. കമ്മിങ്. വാട്ട് ഡു യു വാണ്ട് സർ? ഞാനിതിൽ എന്ത് പറയുന്നോ അത് നീ ഇവിടെയുള്ള എല്ലാവരോടും അതുപോലെ പറയണം. പറയില്ലേ? അതോ നീ ഇവിടെ കിടന്ന് മരിക്കുന്ന? എൻ്റെ മരണം കാണാതെ അടങ്ങൂലല്ലേ? എന്നാ പിടിക്കേ. നീ പറയുന്ന കാര്യം ഒരു കാരണവശാലും ടെററിസ്റ്റുകൾ അറിയാൻ പാടില്ല. മനസ്സിലായോ? എത്ര വലിയ പ്ലാൻ, എത്ര നല്ല പ്ലാൻ, എത്ര വർഷം മെനക്കെട്ടതാ. ഇവൻ ഒറ്റ ഒരുത്തിനകത്ത് കയറി മൊത്തത്തിൽ എല്ലാം നശിപ്പിച്ചു. നല്ല വൃത്തിയായിട്ട് പ്ലാൻ ഇട്ടതാ, ക്ലീൻ ആയിട്ട് എല്ലാം കുളവാക്കി. വിട്ടത്തില്ല ഞാനവനെ. Leave him. The mall must stay in our control for 30 more minutes. Bring all the hostages to the atrium immediately. Over. എന്തോന്ന് രക്ഷപ്പെട്ടെന്നോ? വീണ്ടും ആദ്യം പോലെ എല്ലാം പിന്നെ തുടങ്ങാല്ലേ? എടാ, കൈ കിട്ടിയവനെ വരെ കെട്ടി വെക്കാൻ അറിയത്തില്ല. ഇവിടെ നമ്മളെന്താ കള്ളനും പോലീസ് കളിക്കുക? ഈ പ്ലാനിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ പൊന്നു മോനെ ഒറ്റ ഒരുത്തൻ ഇവിടുന്ന് ഇവനോട് പോകത്തില്ല. फारूक को हमारे कंट्रोल में आने से पहले अगर एक भी मुश्किल आए तो यू हैव टू किल एवरीबॉडी. नो मर्सी. ഈ പോക്ക് പോകുകയാണെങ്കിൽ യുവന്മാരെല്ലാം കൂടെ എന്നെ ജയിലിൽ കയറ്റി കൊണ്ടതീറ്റിക്കും. അധികം താമസിക്കാതെ ഞാൻ തിഹാർ ജയിലിൽ കിടക്കുന്നത് ഞാൻ തന്നെ ടി വി കാണേണ്ടി വരും. ഇതൊക്കെ കൊട്ടിഘോഷിക്കാൻ വേണ്ടി സന്ധ്യയാകുമ്പോൾ 4 തെണ്ടികൾ ചാനലിന്റെ മുമ്പിൽ വന്നിരിക്കും. ഹലോ അൽതാഫ്. രക്ഷപ്പെട്ടാ? പിന്നെ നീ എന്താ പ്രതീക്ഷിച്ചേ? അല്ലല്ല, ചോദിച്ചെന്നുള്ളൂ. ദേഷ്യപ്പെടല്ലേ? ഐ ഹാവ് പ്ലാൻ ടു എക്സിക്യൂട്ട്. കീപ് യുവർ റെസ്ക്യൂ ടീം അലേർട്ട്. ഞാൻ ഇനിയും വിളിക്കും. റെസ്ക്യൂ ടീമിനോട് അലേർട്ട് ആയിരിക്കാൻ പറ. ഓക്കെ സർ. സർ ഒന്ന് പെട്ടെന്ന്. റെസ്ക്യൂ ടീമിനോട് എത്രയും പെട്ടെന്ന് അലേർട്ട് ആയിരിക്കാൻ പറയും. വേഗം വേണം. പറഞ്ഞ പോലെയൊക്കെ ചെയ്യൂലോ അല്ലേ? ഇല്ലെങ്കിൽ മരിക്കാൻ റെഡി ആയിക്കോ. ഓൾ ദി ബെസ്റ്റ്. ശബ്ദം കേൾക്കും. അത് കേട്ട ഉടനെ തിരിഞ്ഞു നോക്കാതെ ഇവിടെ നിന്ന് എല്ലാവരോടും പുറത്തേക്ക് ഓടാൻ പറയണം. ഇത് ടെററിസ്റ്റുകൾ അറിയാതെ നീ എല്ലാവരോടും പറയണം. ഓക്കെ? ആ ശബ്ദം എപ്പോൾ കേൾക്കും? നീ ചാവുന്നതിന് മുമ്പ് കേൾക്കും. ജോണേ, എന്താ? ഇപ്പൊ പഠോന്നൊരു ശബ്ദം കേൾക്കും. പുറകോട്ട് തിരിഞ്ഞ് നോക്കാതെ മുന്നോട്ട് ഓടണം. ഇക്കാര്യം നമ്മൾ രണ്ടുപേരും കൂടി ടെററിസ്റ്റുകൾ അറിയാതെ ഇവിടെയുള്ള എല്ലാവരോടും പറയണമെന്ന്. നിന്നോടല്ലേ പറഞ്ഞ്? നീ തന്നെ പറഞ്ഞോ? ഞാനെന്താടാ എൻ്റെ കല്യാണക്കാരിയാണോ പറയുന്നത് ഒറ്റയ്ക്ക് അനൗൺസ് ചെയ്യാനായിട്ട്? ബ്ലഡി ഫൂൾ. अब यहाँ खैरियत से पहुँच गए हैं, अल्हम्दुलिल्लाह। लेकिन इतनी आसानी से उन्हें छोड़ेंगे नहीं हम। इससे बड़ा इंतकाम लेंगे इंशाअल्लाह। അൽതാഫ്, evacuation ready അല്ലേ? All set. At the count of 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Boom.
തീർന്നു, എല്ലാം അവസാനിച്ചു. 40 വർഷത്തെ പ്ലാൻ നശിപ്പിച്ചില്ലടാ. ഒരുത്തൻ അകത്ത് കയറി എല്ലാം തലകുത്തനെ മാറ്റിമറിച്ചു. ആ ഒരുത്തനെ പിടിക്കാൻ കേൾപ്പില്ല നിങ്ങൾക്ക്? ഒരു ഹൈജാക്ക് പോലും വരയ്ക്കാൻ അറിയില്ല. ഏത് തന്തയില്ലാത്തവനാണ് നിനക്കൊക്കെ പാകിസ്ഥാനി ട്രെയിനിങ് തന്നെ? ഡോണ്ട് വറി, ഐ നോ ഹൗ ടു എൻഡ് ദിസ്. ഈ മോളിന് ചുറ്റും 500 മീറ്റേഴ്സ് റേഡിയസിൽ ആരും ജീവനോടെ ഉണ്ടാവില്ല. എന്ത് പ്രാധാന്യം കാണിക്കുന്നത്? Don't do it! Umar, please! നീ കുറച്ചുകൂടി കളിക്കുമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ കളി പെട്ടെന്ന് തീർന്നല്ലേ. കൃത്യസമയത്താണ് നീ അകത്തേക്ക് വന്നത്. രാജ്യത്തിന് വേണ്ടി ഇത് ചെയ്തിരിക്കുന്ന എത്ര വലിയ ത്യാഗമാണെന്നറിയോ? ജനങ്ങളുടെ മധ്യത്തിൽ ഞാനിത് പറയും. നാളെ ഈ രാജ്യം മുഴുവൻ നിന്നെ പുകഴ്ത്തും. അതിന് ഞാനും ഉണ്ടാവും. എന്താ സാറേ അവൻ്റെ ആളിനെ അവിടെ കെട്ടിയിട്ടിട്ട് സാറിനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? അല്ല, സാറപ്പാരുടെ ആള് സാൻഡ്വിച്ച് കഴിച്ചല്ലേ? മയോണീസൊക്കെ ചുണ്ടിലിരിപ്പുണ്ട്, തുടച്ചുകള. സാറ് സന്തോഷത്തിലാണല്ലോ. ഈസ്റ്റ് കോസ്റ്റ് മോളിൽ ഇന്നലെ നടന്ന ഹൈജാക്കിനും ആഭ്യന്തരമന്ത്രിക്കും ബന്ധമുണ്ട് എന്നത് നിരുപാധികം തെളിഞ്ഞതിനാൽ ആഭ്യന്തരമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മോളിനെ ഹൈജാക്ക് ചെയ്ത ഭീകരവാദികളെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത് 100-ൽ പരം പൊതുജനങ്ങളെ ധീരമായി രക്ഷപ്പെടുത്തിയ മുൻ ഡ്രോ ഏജന്റായ വീരരാഘവൻ എവിടെയെന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. हमें जल्द से जल्द यहाँ से निकल जाना चाहिए. अब हम लोग यहाँ पर सेफ नहीं हैं. हमें अफगानिस्तान के लिए निकलना चाहिए. जब तक मैं अपने भाई के कातिल को खत्म नहीं कर देता, मैं यहाँ से हरगिज नहीं जाऊंगा. हेलो, कमिंग. हाँ बोलो. वीर राघवन की खबर मिली है. हुजूर. कुछ पता चला उसका? वो हिंदुस्तान के किस इलाके में है? वो 1 महीने से पाकिस्तान ऑक्यूपाइड कश्मीर में है. ही इज प्लानिंग समथिंग बिग. जितना जल्दी हो आप लोग वहां से निकल जाइए. आमिर, वो हमारे ही इलाके में है, कहीं आसपास. 2 दिन के अंदर जिंदा या मुर्दा जो भी इसे लेकर मेरे पास आएगा, हम उसे 10 करोड़ का इनाम देंगे. जाओ, ऐलान कर दो. सुनो, वो यहीं कहीं पर है.
उसे जिंदा या मुर्दा पकड़ कर लाने वाले को 10 करोड़ का इनाम दिया जाएगा। इसे देखा है कहीं पर? यही है क्या? हाँ यही है। मैं तो इससे अच्छी तरह से वाकिफ हूँ। तुम कैसे वाकिफ हो? पिछले 1 महीने से मैं ही तो इसे ट्रेनिंग दे रहा हूँ। कहाँ पर? मुझे बताओ, बताओ ना कहाँ पर है?